വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്, മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഒരുപാട് കാലമായിട്ട് വളരെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു 5-10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ കുട്ടികളും വീഡിയോ കാണുന്നതിനോട് കൂടെ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. അല്ലെ, കാന്തത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഏതെങ്കിലും 2 എഴുതിയാ പോരെ, മതി. അപ്പൊ നമ്മൾ ആദ്യം കാന്തത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ മക്കളെ. കാന്തം എന്ന് പറയുമ്പോ നോക്കിയടാ, ഒരു കാന്തത്തിന് എത്ര അറ്റങ്ങളുണ്ട് നോക്കിയേ, 2 അറ്റങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഇവിടെ ഒരു പോൾ, ഇവിടെ ഒരു പോൾ. ഒരു പോളില് നോർത്ത് എന്നും മറ്റേ പോളിൽ എസ് എന്നും എഴുതിയിട്ടുണ്ട് അല്ലെ. എൻ എന്നും എസ് എന്നും. എൻ റെപ്രസെന്റ് ഫോർ നോർത്ത്, എസ് ഫോർ സൗത്ത്. മലയാളത്തിൽ നമ്മൾ പറയും ഉത്തര ധ്രുവം, ഇതാണെങ്കിൽ ദക്ഷിണ ധ്രുവം എന്നാണ് നമ്മൾ പറയാട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. മാഗ്നറ്റിന്റെ 2 ധ്രുവങ്ങളുണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും എന്ന് പറയൂലേ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അത് നമ്മളിവിടെ കൊടുത്തിട്ട് നോക്കിയടാ. 2 മാഗ്നറ്റിന് കൊണ്ടുവരാണ്, ഒരാളുടെ നോർത്തും മറ്റേ ആളുടെ സൗത്തും. ഓക്കെ, ഇവ രണ്ടുപേരും അടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ. നമ്മൾ മലയാളത്തിൽ പറയും വിജാതീയ ധ്രുവങ്ങൾ കേട്ടോ, അൺലൈക്ക് പോൾസ്. നോക്കിയേ, ഒരു നോർത്ത് ആണ് ഒരു സൗത്ത് ആണ്, അതുകൊണ്ടാണ് വിജാതീയ, അൺലൈക്ക്, ഒരുപോലെ അല്ലാത്തത്. അപ്പൊ ഇവര് തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ നോക്കിയടാ, അവർ അട്രാക്ട് ചെയ്യും, അവരെന്ത് ചെയ്യും, ലവ് അടിക്കും അല്ലേ, ആകർഷിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേറെ 2 മാഗ്നറ്റ് കൊടുക്കാം. അയാളുടെ എന്നും മറ്റേയാളുടെ എന്നും അല്ലെ. ലൈക്ക് പോൾസ്, ലൈക്ക് പോൾസ്, ഒരുപോലെയുള്ള പോൾസിന് മലയാളത്തിൽ പറയും സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റിപ്പൽ അല്ലെ, പോസേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവര് റിപ്പൽ ചെയ്യാണ്, എന്താണ്, വികർഷിക്കുമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ് എന്താണ് മനസ്സിലാക്കേണ്ടത്, അൺലൈക്ക് പോൾസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ, നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെ, വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവര് ആകർഷിക്കും, അല്ലെങ്കിൽ they will attract each other. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, രണ്ടാമത്തെ കേസില് അല്ലെ, ലൈക്ക് പോൾസ്, സജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ വികർഷിക്കും. ഇത് എന്നിന്റെ കേസ് മാത്രമല്ല കേട്ടോ, എസ് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ജസ്റ്റ് ഞാൻ ഒന്ന് കൊടുത്തിട്ട് നോക്കിയേ. എൻ വന്നു കഴിഞ്ഞാൽ അല്ലെ, എസ് വന്നു കഴിഞ്ഞാൽ ഐ ലവ് യു സെറ്റാ അല്ലെ. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, എസ് വന്നു കഴിഞ്ഞാൽ ടിഷ്കോ അല്ലെ. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട്. എന്താണ്, മാഗ്നറ്റ് ഹാസ് 2 പോൾ, സൗത്ത് പോൾ ദക്ഷിണ ധ്രുവവും അതുപോലെ നോർത്ത് പോൾ ഉത്തര ധ്രുവവും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ലൈക്ക് പോൾസ് ഓഫ് 2 മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ, അതുപോലെയോ അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് എന്നാണ് അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് മലയാളത്തിൽ പറയുന്നു സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യടാ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? അയ്യോ, ഇത് എക്സാമിന് ഡയറക്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെട്ടെന്ന് നോക്കിക്കോളൂ. ചൂസ് ദി കറക്റ്റ് ഫിഗർ. നമുക്ക് എ, ബി, സി അങ്ങനെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? എന്താണ്, ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലെ. നോക്കിക്കടാ, ഇങ്ങനെ ഒരു മാഗ്നറ്റ്, ഒരു യു പോലെയുള്ള മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ യു പോലെയുള്ള കാന്തമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും യു കാന്തം അല്ലെങ്കിൽ യു മാഗ്നറ്റ് എന്ന്. ഓക്കെ, അതിന് 2 അറ്റത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും 2 ആണികൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ നോക്കിയേ, ഇവിടെ ഒരു ആണിയുണ്ട് അല്ലെ, എല്ലാത്തിലും ആണികളുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എല്ലാത്തിന്റെയും പോൾസ് ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇവിടെ നോർത്ത് ആണ്, അപ്പൊ ആണി അതിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ അല്ലെ, ഒരാളെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ നോർത്തിന്റെ അടുത്ത് സൗത്ത് വന്നാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ സൗത്ത് ആണെങ്കിൽ ഈ അപ്പുറത്ത് നോർത്ത് ആയിരിക്കും. അപ്പൊ ഈ എസ് ഇവിടെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ, ആണി ഒട്ടിപ്പിടിക്കണമെങ്കിൽ അവിടെ നോർത്ത് ആയിരിക്കണം, അപ്പുറത്ത് സൗത്ത് ആയിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ നോർത്ത് ആണ്, അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് വരും. അപ്പൊ ഇവിടെ നോർത്ത് വരും, ഇവിടെ സൗത്ത് വരും അല്ലെ. കറക്റ്റ്, ഇവിടെ നോർത്ത് ആണ്, അപ്പൊ ആണി ഒട്ടിപ്പിടിക്കണമെങ്കിൽ അയാളുടെ അടുത്ത് സൗത്ത് വേണം അല്ലെ, മറ്റേ അറ്റം അപ്പൊ നോർത്ത് ആവും. നെക്സ്റ്റ്, ഈ ആണി അല്ലെ, മാഗ്നറ്റ് എസ് ആണ്, ആണി ഒട്ടിപ്പിടിക്കണമെങ്കിൽ അവിടെ എൻ വേണം, അപ്പം ആണിയുടെ മറ്റേ അഗ്രം എന്ന് പറയുന്നത് എന്തായിരിക്കും, എസ് ആയിരിക്കും. അപ്പൊ ഇതാദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ.
നിങ്ങൾക്ക് ആദ്യം കത്തിയ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇങ്ങനെ എഴുതി നോക്കണമൊന്നുമില്ല. വെറും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ. അപ്പൊ ഒരുപാട് സമയം എടുത്ത് ചെയ്യണമൊന്നുമില്ല. അപ്പം അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പം ഒന്നാമത്തെ കേസിൽ നോക്കിയേ, എന്നും എസ്സും അല്ലെ മാഗ്നറ്റിന്റെ നമ്മുടെ ആണികളുടെ 2 അഗ്രങ്ങളിലോട്ട് അല്ലെങ്കിൽ 2 അറ്റത്തോട്ട് നമുക്ക് നോക്കാം. ഇവിടെ നന്നാണ്, ഇവിടെ എസ് ആണ്. എസ് വന്നു കഴിഞ്ഞാൽ എന്താടാ സംഭവിക്കുക? എസ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആകർഷിക്കും അല്ലെ. ഇവിടെ ആകർഷണം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദേ ഈ ഒരു പിക്ചർ തെറ്റാണ് അല്ലെ, തെറ്റാണ്. നെക്സ്റ്റ് നോക്കിയേ 2 അറ്റങ്ങൾ, ഒരാൾ എന്നാണ്, മറ്റേ ആൾ എസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവർ ആകർഷിക്കുന്നുണ്ട്. നോക്കിയേ, എന്നും എസ്സും ആകർഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിലോട്ട് പോയാൽ നോക്കിക്കേ, അവർ വികർഷിക്കുകയാണ്. വികർഷിക്കണമെങ്കിൽ എന്നും അല്ലെങ്കിൽ എസ്സും ആണ് വരേണ്ടത്. ഇവിടെ എന്നും എസ്സും ആണ് വന്നിട്ടുള്ളത്. സോ അവരെന്ത് ചെയ്യൂല? ഒരിക്കലും വികർഷിച്ചു പോകില്ല. അവരെന്ത് ചെയ്യണം? അല്ലെ, ഐ ലവ് യു സേട്ടാ എന്ന് പറഞ്ഞിട്ട് അവർ അട്രാക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ശരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബി ഫിഗർ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ കറക്റ്റ്. മക്കളെ നോക്കി, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പച്ചിരുമ്പ് കഷ്ണം, കവചിത ചെമ്പ് കമ്പി, ബാറ്ററി. അതായത് ഒരു സോഫ്റ്റ് അയണിന്റെ പീസ് തന്നിട്ടുണ്ട്, ഒരു ഇൻസുലേറ്റർ കോപ്പർ വയർ തന്നിട്ടുണ്ട്, ഒരു ബാറ്ററിയും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തം ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. എന്തിനാ മതി? ആ സോഫ്റ്റ് അയൺ ഉണ്ടല്ലോ, അതായത് നമ്മളെ പച്ചിരുമ്പ് കഷ്ണമായിട്ട് നമ്മളെ ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ചെമ്പ് കമ്പിന്റെ 2 അറ്റം ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ എന്താണ് വൈദ്യുത കാന്തം എന്ന് നമുക്കറിയാം അല്ലെ. നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യാണ്? ബാറ്ററി ആണ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ ഈ ഒരു ഇതുമായിട്ട് ഈ ഒരു പച്ചിരുമ്പ് കഷ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നു. നമ്മളെ ചെമ്പ് കമ്പിയുടെ 2 അറ്റങ്ങൾ നമ്മുടെ ബാറ്ററിന്റെ നെഗറ്റീവിലോട്ടും ഒരറ്റം ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും കൊടുക്കുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ബാറ്ററിയിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ വരും അല്ലെ. ബാറ്ററിയിലൂടെ കറണ്ട് ഇങ്ങനെ വരും. അങ്ങനെ എന്ത് ചെയ്യും? ഇതിൽ ഈ ചെമ്പ് കമ്പിയിലൂടെ ഒക്കെ കറണ്ട് ഇങ്ങനെ വരുന്ന വഴി അല്ലെ നമ്മുടെ ഈ സോഫ്റ്റ് അയൺ ഒരു കാന്തമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം. വൈദ്യുതി വരുമ്പോഴാണ് അത് കാന്തമായിട്ട് മാറുന്നത് അല്ലെ. നമ്മുടെ ഇതിന് ഒരു ആണിയൊക്കെ കൊണ്ടുവന്ന് മുട്ടുസൂചി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുക, ഇതിലൂടെ കറണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഇതൊരു കാന്തമായിട്ട് മാറാണ്. കാന്തമായിട്ട് മാറാൻ മീൻസ് ഒരു താൽക്കാലിക കാന്തം. ഈ വൈദ്യുതി ഉള്ളപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ കറണ്ട് വരുമ്പോൾ മാത്രമാണ് ഇത് എന്താവുന്നത്? ഇത് കാന്തമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി ആണ് അല്ലെങ്കിൽ താൽക്കാലികമാണ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം ആരും ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെയിം അല്ലെ, അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ദിസ് അറേഞ്ച്മെന്റ് ഷോൺ? ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സംവിധാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ അല്ലേടാ, ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും വൈദ്യുത കാന്തം എന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 methods to increase the strength of this arrangement. ഈ സംവിധാനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് 2 രീതികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? നോക്കിയേ, ഈ ചുറ്റുകളുടെ എണ്ണം നോക്കിയേ, ഇങ്ങനെ ചുറ്റി വെച്ചിട്ടില്ലേ, അങ്ങനെ ആ ചുറ്റുകളുടെ എണ്ണം കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ കറണ്ടിന്റെ വൈദ്യുതിയുടെ അളവ് കൂട്ടി കൊടുക്കുക. അതുപോലെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. 2 എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അപ്പൊ നോക്കിയാൽ ഞാൻ 2 മെത്തേഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽഡ് കണ്ടക്ടർ, കമ്പി ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ എന്താ? ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് കറന്റ്, വൈദ്യുതിയുടെ അളവ് കൂട്ടുക എന്നുള്ള 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ എന്താണ്? സോഫ്റ്റ് അയൺ പച്ചിരുമ്പ്, സ്റ്റീല് ഉരുക്ക് എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ എന്താണ്? വിച്ച് ഈസ് യൂസ്ഡ് മേക്ക് പെർമനന്റ് മാഗ്നറ്റ്. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടെ, സ്ഥിരം സ്റ്റീൽ, A for എല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ സ്ഥിരം ഫോർ സ്റ്റീൽ എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സ്ഥിരകാന്തങ്ങൾക്ക് നമ്മൾ സ്റ്റീലാണ് ഉപയോഗിക്കുക. സ്ഥിരം സ്റ്റീൽ കേട്ടോ, സ്ഥിരം സ്റ്റീൽ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ അത് സ്റ്റീലാണ്. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഉരുക്ക്, മലയാളത്തിൽ നമ്മൾ പറയും ഉരുക്കാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരകാന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സ്ഥിരമാണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും താൽക്കാലികമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയണം സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ മലയാളത്തിൽ പറയും
പച്ചിരുമ്പ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുന്നേ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വശഖത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി കൂടിയത് ആർക്കായിരിക്കും അറിയോ? അയാളെയാണ് നമ്മൾ താൽക്കാലിക കാന്തം അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക കേട്ടോ. എന്താണ് ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുക വശഖത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി കൂടിയ ആളായിരിക്കും. ടെമ്പററിന്റെ മലയാളമാണ് താൽക്കാലിക കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറെന്ന് മനസ്സിലാക്കിക്കോ. സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശഖത കൂടിയ ആള്. നെക്സ്റ്റ് റിറ്റന്റിവിറ്റി എന്ന് പറഞ്ഞ മറ്റൊരു സംഭവം അല്ലേ, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറേ കാലം നിലനിർത്താൻ വേണ്ടി അല്ലെ, കുറേ കാലം സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി സ്ഥിരം അല്ലെ, കിട്ടിപ്പോയി സ്ഥിരം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയും പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമ്മൾ റിറ്റന്റിവിറ്റി കൂടിയ ആൾക്കാരായിരിക്കും. ഈ ഒരു പോയിന്റ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം, ഒരിക്കലും മറന്നു പോകരുത്. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരട്ടെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. വിച്ച് ഹാസ് മോർ സസെപ്റ്റിബിലിറ്റി? ഇതിലേതിനാണ് കൂടുതൽ വശഖത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സോഫ്റ്റ് അയൺ, ഓപ്ഷൻ ബി സ്റ്റീൽ. അപ്പൊ എല്ലാ കുട്ടികളും കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാം അല്ലെ, കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. ഒന്ന് മാഗ്നറ്റിസം, അതുപോലെ തന്നെ മുന്നേയുള്ള ഫോഴ്സ് ബലം, അതുപോലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, നമ്മൾ പ്രതിഫലത്തിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതിന് എൻ്റെ ഒരു കുറച്ച് ഭാഗം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് എക്സാം നമ്മൾ എഴുതിയല്ലോ, അതിന്റെ 20% നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത്. അപ്പം ഒരു കുട്ടികളും ഒരു കാരണവശാലും പേടിക്കേണ്ട. നിങ്ങളെ കാത്തിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് നമ്മൾ മാരത്തോണിലൂടെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പൊ ഒരു കുട്ടികളും എക്സാമിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഫിസിക്സിന്റെ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ വേണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളെ കൂടെയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അവന്റെ കുട്ടികൾ ഈ ആൻസർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.